10 കൊല്ലത്തെ ഇടത് ഭരണത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഭരണയന്ത്രത്തെ മോചിപ്പിച്ച് തന്റെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. തന്നെക്കാൾ സീനിയറായ മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭയെ ഒത്തിടക്കത്തോടെ നയിക്കുക, പാർട്ടി MLA-മാരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുക, സമരോത്സുകരായ പ്രതിപക്ഷത്തെ നേരിടൽ. എങ്ങനെയാകും വി ഡി സർക്കാർ ഈ വൻമതിലുകൾ ചാടിക്കടക്കുക എന്നതാണ് രാഷ്ട്രീയ കൗതുകം. പാർട്ടി MLA-മാരിൽ ഭൂരിപക്ഷമില്ല, ഭരണപരിചയമില്ല, ഭരണത്തിലെ സ്വാധീന ശക്തികളായ സമുദായ നേതാക്കളുടെ ഗുഡ് ബുക്കിലില്ല. കർശനമായ നിലപാടുകൾ, അത് വെട്ടിത്തുറന്നു പറയുന്ന ശൈലി, ഇത്തരം പ്രതികൂല ഘടകങ്ങളെയെല്ലാം അതിജീവിച്ചാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത്. കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞടിച്ച പൊതുവികാരത്തിന്റെ കരുത്തിലാണ് സതീശൻ ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നത്. അതിജീവിച്ചെന്ന് കരുതിയ ഘടകങ്ങളിൽ പലതും എപ്പോൾ വേണമെങ്കിലും സജീവമായേക്കാവുന്ന അഗ്നിപർവ്വതങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശന് മുന്നിലുള്ളത് പട്ടുവിരിച്ച പാതകളല്ല. ജനവിധിയിൽ LDF അധികാരത്തിൽ നിന്ന് പുറത്തായെങ്കിലും ഭരണ സംവിധാനത്തിൽ ഇപ്പോഴും ആ സംസ്കാരവും ശൈലിയും അവശേഷിക്കുന്നുണ്ട്. UDF രാഷ്ട്രീയത്തിന് കടകവിരുദ്ധമായി നിൽക്കുന്ന ആ ശൈലിയിൽ നിന്ന് ഭരണത്തെ മോചിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി. അത്ര എളുപ്പം മറികടക്കാവുന്നതല്ല അത്. സൂക്ഷ്മമായ ഇടപെടലിലൂടെ മാത്രം കഴിയുന്ന യജ്ഞം പൂർണ്ണമായും ഫലം കാണാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും ഇന്ദിരാ ഗ്യാരണ്ടികളും നടപ്പാക്കുകയാണ് മറ്റൊരു വെല്ലുവിളി. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള പണം കണ്ടെത്തേണ്ടത് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷത്തിരിക്കെ ക്രമക്കേട് ആരോപിച്ച കിഫ്ബിയുടെയും PRDയുടെയും മറ്റും ചെലവഴിക്കലുകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യതയും മുഖ്യമന്ത്രിക്ക് മേലുണ്ട്. LDF കാലത്തെ ക്രമക്കേടുകളോട് സമരസപ്പെട്ടെന്ന് വന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടേണ്ടി വരും. പാർട്ടി MLA-മാരിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ വികസനാവശ്യങ്ങൾ ഉന്നയിച്ച് അവർ ഉയർത്തുന്ന സമ്മർദ്ദത്തെയും മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, മോൻസ് ജോസഫ് തുടങ്ങിയ തലപ്പൊക്കമുള്ള മന്ത്രിമാരടങ്ങുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭയെ ഒരുമയോടും ഒത്തിണക്കത്തോടും കൊണ്ടുപോകലും മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി തന്നെ. പാർട്ടിയിൽ മേൽക്കൈയില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ വീഴ്ചകൾ പോലും ഓഡിറ്റ് ചെയ്യപ്പെടുകയും വിമർശനവിധേയമാകുകയും ചെയ്യും. മുന്നണിയിലെ വലിയ ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെയും വി ഡി സതീശന് അതിജീവിക്കേണ്ടതുണ്ട്. ഭരണം നഷ്ടപ്പെട്ട് 3-ാം നാൾ തന്നെ സർക്കാരിനെതിരെ സമരത്തിലിറങ്ങിയ ഇടതുമുന്നണിയെ നേരിടുക എന്നതും മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ്. സമരോത്സുകതയിൽ അഗ്രഗണ്യന്മാരായ ഇടതുമുന്നണിയെ തളയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. എന്നാൽ ഇതൊക്കെ സാധ്യമാക്കിയെടുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞതയും കൗശലവും വി ഡി സതീശനുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.